റബ്ബേ നിന്റെ ലിഖാഇന് ഭാഗ്യം നൽകണേ അല്ലാ. ദൂര സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്, ഈ അടുത്ത സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. പഠിച്ചോനെ, രോഗികളാണ്, ഞാൻ രോഗിയാണ്, എനിക്ക് വരാൻ കഴിയൂല. പക്ഷേ റസൂലുള്ളാഹിന്റെ മജ്‌ലിസ് ആയതുകൊണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ രോഗം സുഖപ്പെട്ട് കിട്ടണമെന്ന് പറഞ്ഞ് ഈ മജ്‌ലിസിൽ വന്നവരുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തുക അല്ലാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് പരിഹരിക്കപ്പെടാത്തതൊന്നുമില്ല, ഹബീബിനെ കൊണ്ട് സുഖപ്പെടാത്ത രോഗമില്ല. ഞങ്ങളെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുറപ്പേ, ഞങ്ങളെ ഇടകളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുറപ്പേ, ഞങ്ങളെ ഉസ്താദുമാരുടെ മക്കളുടെ ശിഷ്യന്മാരുടെ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുക അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട്, വീട്ടിൽ തരണേ റബ്ബേ. മക്കളുടെ വിവാഹകാര്യം ആലോചിച്ച് വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇടകളെ നൽകണമല്ലാ. മക്കളില്ലാതെ സങ്കടം പറഞ്ഞവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ റബ്ബേ. ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ വഴി തുറക്കണമല്ലാ. വിദേശത്തുള്ള പലരും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഇനി മരണമല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ, അവർക്കൊക്കെ നല്ല ബറക്കത്തുള്ള ജോലി കൊടുക്കണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്ക റബ്ബേ. സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക അല്ലാ. പടച്ച റബ്ബേ, കുടുംബജീവിതത്തിന് വിഷമങ്ങളുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, എല്ലാം പരിഹരിക്കുക അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലും ഇൽമിലും അമലിലും ദർസിലും മജ്‌ലിസിലും നീ ഞങ്ങൾക്ക് തന്ന വീടിലും സ്വത്തുക്കളിലും ഇടകളിലും മക്കളിലും എല്ലാ വാഹനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തണം റഹ്മാനെ. ധാരാളം നിഅമത്തുകൾ ഏറ്റി നൽകണേ റഹ്മാനെ. നീ തന്ന നിഅമത്തുകൾക്ക് ശുക്റുള്ളവരാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കബൂൽ ചെയ്യ അല്ലാ. ഒരുപാട് റബ്ബാകുന്നതിൻ്റെ മുമ്പിൽ എണ്ണി പറയാനുണ്ട്, പക്ഷേ നിന്റെ മുമ്പിൽ വിശദീകരിക്കണ്ട. നീ ഞങ്ങളെ മനസ്സറിയുന്ന രാജാവാണ്. ഏറ്റെടുക്കുക അല്ലാ, പൂർത്തിയാക്കുക അല്ലാ. ഞങ്ങൾക്ക് ഫത്ഹ് തരണേ റബ്ബേ, ഫറജ് നൽകണേ റബ്ബേ, മഖ്റജ് നൽകണേ റബ്ബേ, ഇഖ്ലാസ് തരണം അല്ലാ. നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക അല്ലാ. ഞങ്ങളൊക്കെ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങളോട് കൂടെയാണോ ഇവിടെ വന്നത്, അത് മുഴുവൻ നീ ഏറ്റെടുത്ത് പൂർത്തിയാക്കണേ റബ്ബേ. എന്തൊക്കെ വിഷമങ്ങളുമായി വന്നോ നീക്കണേ റബ്ബേ. എന്തൊക്കെ പരാതികളുണ്ടോ പരിഹരിക്കണേ റബ്ബേ. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ നീക്കണേ അല്ലാ. ദുരിതങ്ങളുണ്ടോ നീക്കണേ അല്ലാ. എല്ലാവിധ തളർച്ചയും തകർച്ചയും നീ ഒഴിവാക്കണമല്ലാ. ഇസ്സത്തുള്ള ജീവിതം ഹബീബിനെ കൊണ്ട് ഞങ്ങൾക്ക് നൽകി റബ്ബേ. ഹബീബിനെ കൊണ്ട് ഞങ്ങൾക്ക് റിഫഅത്ത് നൽകണേ റബ്ബേ. ഹബീബിനെ കൊണ്ട് ദുനിയാവും നാളെ ആഖിറവും ഞങ്ങൾക്ക് സലാമത്താക്കി തരണം റഹ്മാനേ. പഠിച്ചോനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ നഫ്സിന്റെ എല്ലാ ബാധ്യതകളും ഞങ്ങളെ കൊണ്ട് തന്നെ നീ വീട്ടണേ അല്ലാ. കടങ്ങളോടെ ജീവിച്ച് കടങ്ങളോടുകൂടി മരിച്ച് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഈ കടങ്ങളാൽ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ തൊട്ട് നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ നഫ്സിന്റെ ബാധ്യതകൾ നീ വീട്ടണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളുടെ പഠനത്തിന്റെ സൗകര്യത്തിനു വേണ്ടി മനോഹരമായ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്, അവസാന ഘട്ടത്തിലാണ്. പലരും വല സഹായങ്ങളും ചെറുതും വലുതും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം റബ്ബായ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദർസ് നീ കബൂലാക്ക് റബ്ബേ. ഞങ്ങളെ കൊണ്ട് ഒരുപാട് ആലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ നീ ഉണ്ടാക്കുക അല്ലാ. ഞങ്ങളെ മൗത്ത് വരെ ദർസ് നടത്താൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ അവസാന ശ്വാസം വരെ നിന്റെ വജ്ഹിന് വേണ്ടി ദർസ് നടത്താൻ നീ തൗഫീഖ് നൽകുക അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ ദർസ് നടത്തുന്ന ഉസ്താദുമാരുണ്ട്, അവരെ ദർസിനും നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ.
പടച്ചോനെ ഞങ്ങൾക്ക് മരണം ഖൈറാകുമ്പോ പരിപൂർണ മുഅ്മിനായി മുസ്ലിമായി സ്വന്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വുളൂഓട് കൂടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ റബ്ബേ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്ത് നോക്കി അത് ചൊല്ലി നല്ല സമയത്ത് നല്ല മജ്ലിസിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കണം റഹ്മാനെ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല, അതിന് ഈ വരവ് കാരണമാക്കണേ അല്ല, ഈ ഇരുത്തം കാരണമാക്കണേ അല്ല, ഈ ചോദ്യം കാരണമാക്കണേ അല്ല, ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ആ രീതിയിൽ നീ കബൂലാക്കണേ അല്ല. ദുനിയാവിൽ ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളെ കൂടെ ആളുകളുണ്ട്, ഞങ്ങളെ ഭാര്യ മക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഞങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോയി